KM മാണിയെ കുടുക്കിയ വിജിലൻസ് കെ ബാബുവിനെ തൊടാത്തതെന്ത്? ബാർക്കോഴ കേസിൽ മന്ത്രി കെ ബാബുവിനെതിരെ തെളിവില്ലെന്ന് വിജിലൻസ്. ദ്രുത പരിശോധനാ റിപ്പോർട്ട് അന്വേഷണ സംഘം വിജിലൻസ് ഡയറക്ടർക്ക് കൈമാറി. ബാർ ഓണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ബിജു രമേശാണ് മന്ത്രി കെ ബാബു 50 ലക്ഷം രൂപ കോഴ വാങ്ങിയതായി കോടതിയിൽ മൊഴി നൽകിയത്. ഇതേക്കുറിച്ച് അന്വേഷിച്ച വിജിലൻസ് എറണാകുളം യൂണിറ്റ് അന്വേഷണ റിപ്പോർട്ട് വിജിലൻസ് ഡയറക്ടർക്ക് കൈമാറി. അന്വേഷണ ഉദ്യോഗസ്ഥനായ ഡിവൈഎസ്പി രമേശ് അന്വേഷണത്തിന്റെ മേൽനോട്ട ചുമതലയുള്ള SP KM ആന്റണിക്കാണ് റിപ്പോർട്ട് കൈമാറിയത്. മന്ത്രി കെ ബാബുവിനെതിരെ തെളിവില്ലെന്നാണ് അന്വേഷണ റിപ്പോർട്ട്. ബിജു രമേശ് മന്ത്രിയുടെ ചേംബറിൽ വെച്ചാണ് 50 ലക്ഷം രൂപ കെ ബാബുവിന് കൈമാറിയത്. പണം നൽകുമ്പോൾ ചേംബർ ഓഫ് കൊമേഴ്സ് ഭാരവാഹിയായ റഫീസ് ഒപ്പമുണ്ടായിരുന്നു. പണം കൈമാറുന്നത് കണ്ടതായി റഫീസും വിജിലൻസിന് മൊഴി നൽകിയിട്ടുണ്ട്. KM മാണിക്കെതിരെ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ FIR രജിസ്റ്റർ ചെയ്തിരുന്നു. എന്നാൽ പണം നൽകുന്നതിന് ദൃക്സാക്ഷിയുണ്ടായിട്ടും കെ ബാബുവിനെതിരെ തെളിവില്ലെന്നാണ് വിജിലൻസ് കണ്ടെത്തൽ. കേസ് അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നതായി നേരത്തെ ആരോപണവും ഉണ്ടായിരുന്നു. അന്വേഷണം ഡിവൈഎസ്പി രമേശിന് കൈമാറിയത് കേസ് അട്ടിമറിക്കാനായിരുന്നു എന്നായിരുന്നു ആരോപണം. മൊഴി രേഖപ്പെടുത്തുന്നതിൽ വീഴ്ച വരുത്തിയെന്ന് റഫീസും ബിജു രമേശിന്റെ മാനേജറും വെളിപ്പെടുത്തിയിരുന്നു. അന്വേഷണം അട്ടിമറിക്കുന്നുവെന്ന ആരോപണത്തെ സാധൂകരിക്കുന്നതാണ് വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട്. NV ബാലകൃഷ്ണൻ, തിരുവനന്തപുരം. എക്സൈസ് വകുപ്പ് മന്ത്രിയായിട്ടുള്ള കെ ബാബുവിന് താങ്കൾ നേരിട്ട് പണം നൽകി, അതിന് സാക്ഷികളുമുണ്ട്. എന്നിട്ടും വിജിലൻസ് കെ ബാബുവിനെതിരെ ക്വിക്ക് വെരിഫിക്കേഷനിൽ കെ ബാബുവിനെതിരെ തെളിവില്ല എന്ന നിഗമനത്തിലാണ് എത്തിച്ചേരുന്നത്. എന്തുകൊണ്ടായിരിക്കും അത്? ഇതിൻ്റെ അന്വേഷണം തുടങ്ങിയ സമയത്ത് തന്നെ ഉച്ചയോടുകൂടി തന്നെ വിൻസൻ പോൾ സാറ് ഈ രമേശ് എന്ന് പറയുന്ന ഡിവൈഎസ്പിക്ക് രേഖാമൂലം നിർദ്ദേശം നൽകിയതായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിനെക്കുറിച്ച് KM മാണിയുടെ 164 പറഞ്ഞ കാര്യത്തെക്കുറിച്ച് മാത്രം അന്വേഷിച്ചാൽ മതി, അല്ലാതെ ബാബുവിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്നും അന്വേഷിക്കേണ്ട. ഞാൻ ചെന്നപ്പോൾ തന്നെ ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ടായിരുന്നു 10-30 ചോദ്യങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, അതിന് ആൻസർ പറയണം, മറ്റൊരു രീതിയിലും എടുക്കരുത്, സഹകരിക്കണമെന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥൻ യാതൊരു ഉത്തരത്തിലേക്ക് പങ്ക്തിയിലേക്ക് പോയില്ല. എന്നോട് പറഞ്ഞു മറ്റൊന്നും അന്വേഷിക്കേണ്ട എന്നാണ് എനിക്ക് മുകളിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. അതുകൊണ്ട് മറ്റ് 2 ദിവസം മൊഴിയെടുക്കാൻ ആവശ്യം വേണ്ടി വരുമെന്ന് പറഞ്ഞ അദ്ദേഹം വൈകിട്ടോടുകൂടി തന്നെ മൊഴി അവസാനിപ്പിക്കുകയും ഉച്ച കഴിക്കുമ്പോൾ തൊട്ട് അദ്ദേഹം ഞാൻ ഊണ് കഴിക്ക് വന്നപ്പോൾ തന്നെ ചോദിച്ചു, ഇത് മൊഴി കൂടുതലൊന്നും പറയാനില്ല എന്ന് എഴുതട്ടെ എന്നാണ് ചോദിച്ചത്. അഡ്വക്കേറ്റ് ആന്റണി രാജു, കേരള കോൺഗ്രസ് മാണി വിഭാഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി പറഞ്ഞത് താങ്കൾ കേട്ടിട്ടുണ്ടല്ലോ. കൃത്യമായ മറുപടി താങ്കൾക്ക് എന്താണുള്ളത്? ഇവിടെ ഇതൊരു വല്ലാത്ത നിർത്താത്ത ഒരു ചർച്ചയാക്കി മാറ്റുകയാണ്. അരുവിക്കര തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഈ ചർച്ചയ്ക്ക് പ്രാധാന്യമുണ്ട് എന്ന് ഞാൻ കരുതുന്നു. രാഷ്ട്രീയമാണല്ലോ എല്ലാം. പക്ഷേ ഇവിടെ ഒരു വസ്തുത ഞാൻ പറയാം. ശ്രീ ബിജു രമേശ് ഒരു ദിവസം കഴിഞ്ഞ ഒക്ടോബർ 31-ാം തീയതി ഒരു ചാനലിൽ ഈ ആക്ഷേപം ഉന്നയിക്കുകയാണ്. അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, ഞാൻ അങ്ങനെയുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് ചോദിക്കട്ടെ, അഡ്വക്കേറ്റ് ആന്റണി രാജു പറഞ്ഞതിനാണ് താങ്കൾ ഇപ്പോൾ മറുപടി പറയേണ്ടത്. നമുക്ക് ആകെ അരമണിക്കൂറേ ഉള്ളൂ ഇന്ന്. കേസിന്റെ ചരിത്രത്തിലേക്ക് ദയവായി അങ്ങ് പോകരുത്. ശരി, അപ്പൊ ഞാനതിലേക്ക് വരാം. ഞാനതിലേക്കാണ് വരുന്നത്. ഞാൻ അതിലേക്ക് മാത്രം ഒതുങ്ങി നിൽക്കാനാണ് താല്പര്യപ്പെടുന്നത്. ഒരു കാര്യം പറയാം. അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷണം നടത്താൻ വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റോ ഗവൺമെൻറ്റോ ആഗ്രഹിച്ചിരുന്നില്ല. മറിച്ച് പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ അച്യുതാനന്ദൻ രേഖാമൂലം എഴുതി ആവശ്യപ്പെട്ടത് കൊണ്ടാണ് അത്തരമൊരു അന്വേഷണം നടത്തേണ്ടി വന്നത്. അതിനകത്ത് ഈ 164 ഡോക്ടർ ബിജു രമേശ് 164 ഒരു പബ്ലിക് ഡോക്യുമെന്റ് എന്ന നിലയിൽ നമ്മുടെ കൈവശമുണ്ട്. അതിനകത്ത് അഡ്വക്കേറ്റ് ആന്റണി രാജു പറഞ്ഞതുപോലെ 164 ഒരു പബ്ലിക് ഡോക്യുമെന്റ് എന്ന നിലയിൽ നമ്മുടെ മുന്നിലുണ്ട്. താങ്കൾ അതിനകത്ത് 164-ൽ കെ ബാബുവിന് ആരൊക്കെ കൈക്കൂലി നൽകി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. 9 പേജിൽ പറഞ്ഞിട്ടുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. അവിടെ എന്തുകൊണ്ട് താങ്കൾ നേരിട്ട് ബാബുവിന് 50,000 രൂപ കൈക്കൂലി നൽകി, 50 ലക്ഷം രൂപ കൈക്കൂലി നൽകിയെന്ന് ആ 164-ൽ പറഞ്ഞില്ല? അതാണ് കെ ബാബുവിനെ ഇപ്പോൾ രക്ഷപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് അഡ്വക്കേറ്റ് ആന്റണി രാജു പറഞ്ഞത്. അതിൽ ഞാൻ കൊടുത്ത എമൗണ്ടിന്റെ മുഴുവൻ സംഖ്യയാണ് പറഞ്ഞത്. 10 കോടി രൂപ പല ഘട്ടങ്ങളായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് കൊടുത്തിട്ടുണ്ട് എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ വായിച്ചു നോക്കിയാൽ അറിയാം. പ്രസിഡന്റും സെക്രട്ടറിയും ഇതാണെങ്കിൽ 3 പേരാണ് പ്രധാനമായും ഇതിന്
വായിക്കൂ, താങ്കൾ ഞാൻ വായിക്കും. അത് അങ്ങ് പറഞ്ഞിരിക്കുന്നത് 21-ാം പേജിൽ അങ്ങ് പറഞ്ഞിരിക്കുന്നത് അസോസിയേഷൻ പിരിച്ചെടുത്ത 10 കോടി രൂപ പ്രസിഡന്റ് ശ്രീ രാജ്കുമാർ, സെക്രട്ടറിയായ ശ്രീ ധനേഷ്, വൈസ് പ്രസിഡന്റ് ശ്രീ കൃഷ്ണദാസ് എന്നിവരെ അസോസിയേഷൻ ഏൽപ്പിക്കുകയും മന്ത്രിക്ക് കൊടുക്കുകയും ചെയ്തെന്നാണ് അങ്ങ് പറഞ്ഞിരിക്കുന്നത്. അങ്ങയുടെ ഈ മൊഴിയിൽ അത് 9 പേജാണ് ബാബുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇതിലെവിടെയെങ്കിലും ഒരിടത്ത് അങ്ങ് ബാബുവിന് 50 ലക്ഷം രൂപ കൊടുത്ത് പറഞ്ഞിട്ടില്ല. റഫീസ് എന്ന് പറയുന്ന ഒരു കൂട്ടുകാരൻ അങ്ങയോടൊപ്പം സാക്ഷിയായിരുന്നു പറഞ്ഞിട്ടില്ല.